ഈ UDF ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. കേരള കോൺഗ്രസ് UDFിലേക്ക് ചെല്ലുമെന്നുള്ള അല്ലെങ്കിൽ ചെല്ലണമെന്നുള്ള ആഗ്രഹത്തിലാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം അങ്ങനെയൊരു തോന്നലുണ്ടായത് വളരെ നന്നായി. കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയൊരു പാർട്ടിയല്ല. കേരള കോൺഗ്രസിനെ എന്തിനാണ് മുന്നണിയിൽ തുടരാൻ അർഹതയില്ല എന്ന് വാക്കുപയോഗിച്ച് പുറന്തള്ളിയത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഗവേഷണവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പഠനങ്ങളും നടത്തിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 10-40 വർഷക്കാലം മുന്നണിയുടെ ഭാഗമായിരുന്നൊരു പാർട്ടിയെ നിങ്ങൾ UDFിൽ തുടരാൻ അർഹതയില്ല എന്നുള്ള വാക്കുപയോഗിക്കുന്നതിൻ്റെ അത്ര തെറ്റായി വരികയും ഈ മുന്നണി നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കേൾക്കുമ്പോൾ രസമുണ്ട്. അർഹതയില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഒരു ബുദ്ധിമുട്ട് സഹിച്ച കാര്യമായിപ്പോയി. അന്ന് ഞാൻ ചാനലിലെ കരഞ്ഞുകൊണ്ടാവേണ്ടത് വലിയ വിഷമത്തോടു കൂടി. പക്ഷേ പാർട്ടിയുടെ നിലപാട് വേണം. ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത വേണം. ജനങ്ങളിൽ അർപ്പിതമായ വിശ്വാസം നിലനിർത്തണം. അതുകൊണ്ടാണ് മാണിസാർ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിന് അനുസൃതമായി തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കർഷക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വന്ന വിശ്വാസത്തോടു കൂടി തന്നെ ആ നിലപാട് സ്വീകരിച്ചു. അതിനൊത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഞങ്ങളുടേതായ പങ്കാളിത്തം ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ട അതിലെ കക്ഷികൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പാർട്ടി കൺവെൻഷനുകളിലും പാർട്ടി കമ്മിറ്റികളിലൊക്കെ ഉണ്ടാകുന്ന ചർച്ചകൾ അത് അതിൻ്റെ അർത്ഥത്തിലും തരത്തിലും മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അത് മുന്നണിക്ക് പോറലുണ്ടാകാനോ മുന്നണിക്കകത്തെ സ്പർദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപപ്പെടുന്നതിന് വേണ്ടിയൊന്നും ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഞാൻ വന്നിറങ്ങി ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് സ്വാഭാവികമായിട്ടും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ കൊച്ചിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്കിനിയും കുറേ നല്ലവണ്ണം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 190 MLD പ്ലാന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് 60 MLD വെള്ളം ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് അറേഞ്ച് ചെയ്താണ് ഈ വെള്ളം കൊടുക്കുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള 190 MLD കൂടി ADB പദ്ധതിയുടെ ഭാഗമായി ആദ്യ ഫേസിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഇതിനോടൊപ്പം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് സ്വാഭാവികമായും കൊച്ചിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും.